ഇഷ്ടമുള്ളതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിച്ച് ജീവിതം പാഴാക്കുന്നവരാണോ നിങ്ങൾ? ഒന്നിനെയും ഭയക്കാത്തവർക്കാണ് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനാവുക എന്ന് പറയുന്നത് ശരിയാണോ? ഭയത്തിൽ നിൽക്കുന്നവരുടെ മനസ്സിൽ ഓരോ കർമ്മത്തിന് മുൻപും ചില ചോദ്യങ്ങൾ ഉയരും എന്നുള്ള വാദത്തിൽ കഴമ്പുണ്ടോ? നമസ്കാരം, സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ തൻ്റെ മന്ത്രിയോട് പക തോന്നിയ രാജാവ് അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചു. ഉത്തരവുമായി പടയാളികൾ മന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ മന്ത്രിയാകട്ടെ തൻ്റെ ബന്ധുവിൻ്റെ ജന്മദിനാഘോഷത്തിലായിരുന്നു. അവർ വായിച്ച കൽപ്പന കേട്ട് എല്ലാവരും സ്തബ്ധരായി. പലരും കരഞ്ഞു. മന്ത്രി മാത്രം നൃത്തം തുടർന്നുകൊണ്ടിരുന്നു. പടയാളികൾ കൽപ്പന ഒന്നുകൂടി വായിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവിനോട് നന്ദി പറയണം, എനിക്ക് ഇനിയും ഏതാനും മണിക്കൂറുകൾ അവശേഷിക്കുന്നുണ്ടല്ലോ. നടന്നതെല്ലാം പടയാളികൾ കൊട്ടാരത്തിലെത്തി വിവരിച്ചു. രാജാവ് നേരിട്ടെത്തി മന്ത്രിയോട് പറഞ്ഞു, താങ്കളെയാണ് ഞാൻ നാളെ നേരം പുലരുമ്പോൾ തൂക്കിലേറ്റുന്നത്. മന്ത്രി പറഞ്ഞു, മരണസമയം നേരത്തെ പറഞ്ഞതിന് നന്ദി. എനിക്ക് എൻ്റെ മരണം ആഘോഷിക്കാമല്ലോ. മരിക്കാൻ മടിയില്ലാത്തവനെ വധിക്കുന്നതിൽ എന്തർത്ഥമെന്ന് പറഞ്ഞ് ഉത്തരവ് റദ്ദാക്കി രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. എന്തിനെയെങ്കിലുമൊക്കെ ഭയന്നാണ് എല്ലാവരുടെയും ജീവിതം. പരാജയം, ദുഷ്പേര്, അവഹേളനം, ധനനഷ്ടം തുടങ്ങി ഭയപ്പെടാൻ ഓരോ കാരണങ്ങളുണ്ടാകും. ഒരാൾ എങ്ങനെയാണോ പേടിക്കുന്നത് അതിനെ പ്രീതിപ്പെടുത്തിയും സമരസപ്പെട്ടുമായിരിക്കും ശിഷ്ടകാല ജീവിതം. അമിത ബഹുമാനത്തിലൂടെയും വിനയത്തിലൂടെയും എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും. ഒന്നിനെയും ഭയക്കാത്തവർക്കാണ് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനാവുക. ഭയത്തിൽ നിൽക്കുന്നവരുടെ മനസ്സിൽ ഓരോ കർമ്മത്തിന് മുൻപും ചില ചോദ്യങ്ങൾ ഉയരും. ഇത് എന്തെങ്കിലും അപകടം വരുത്തി വയ്ക്കുമോ? ആരുടെയെങ്കിലും അപ്രീതിക്ക് കാരണമാകുമോ? വിജയിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥ? സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവരുടെ മാനസിക വ്യാപാരങ്ങളിലും ആ സ്വാതന്ത്ര്യമുണ്ടാകും. വളർച്ചയ്ക്ക് കാരണമാകുമോ? കൂടുതൽ പുതുമയാർന്ന അനുഭവം ലഭിക്കുമോ? ജീവിതം സന്തോഷപ്രദമാകുമോ? തുടങ്ങിയ ചിന്തകളിലൂടെയാകും അവരുടെ യാത്ര. കർമ്മങ്ങളിലും ആ ഉണർവും ഊഷ്മളതയും ദൃശ്യവുമാകും. ഒന്നിനെയും ഭയപ്പെടാത്തവരെ പുറമേയുള്ള ഒന്നിനും സ്വാധീനിക്കാനാകില്ല. എന്തിനേയും മറികടക്കാനുള്ള സ്വന്തം കഴിവിലായിരിക്കും അവരുടെ വിശ്വാസം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തന്നിഷ്ടപ്രകാരം ചിരിക്കാനോ കരയാനോ പോലും കഴിയില്ല. നഷ്ടഭയങ്ങളൊന്നുമില്ലാത്തവർ എന്തിനും മുതിരും, എന്തും കീഴടക്കും. അവരെ നിയന്ത്രിക്കാനും ആരും ഒരുമ്പെടില്ല. ഈ പാഠം മനസ്സിലുണ്ടെങ്കിൽ നമ്മളിലെ ബിസിനസ്സുകാരനെ ഏതെതിരാളിക്കും തകർക്കാനാവില്ല.